നമസ്കാരമുണ്ട്. നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടികൾക്കും ഒരു പ്രശ്നങ്ങൾക്കും ഇപ്പോൾ മത നേതാക്കന്മാരോ മതങ്ങളോ പള്ളികൾ പ്രത്യേകിച്ച്, ഞാൻ പള്ളിയുടെ കാര്യം പറഞ്ഞു മതിയല്ലോ, പള്ളികൾ പ്രത്യേകിച്ച് നാട്ടിലെ ഒരു പ്രശ്നങ്ങളിലും ഇപ്പോൾ ഇടപെടാൻ സമയം കണ്ടെത്താറില്ല. പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, കുടുംബ പ്രശ്നങ്ങൾ. പള്ളി ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കുറേ കാലമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. 95-96 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു പള്ളികൾ, അതായത് സഭ, പ്രത്യേകിച്ച് കേരള സഭയിലാണ് കൂടുതൽ ഈ പ്രവണതകൾ ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 95-96 കാലഘട്ടത്തിൽ പള്ളി പുതുക്കിപ്പണിയിൽ അല്ലെങ്കിൽ പള്ളി പുതിയതാക്കൽ, പഴയ പള്ളി പൊളിച്ചു മാറ്റി പുതിയതാക്കൽ, ഇങ്ങനെയുള്ള ചില വിപ്ലവങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന പള്ളികൾ എല്ലാം പൊളിച്ച് പുതിയതാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടായിരുന്നു വന്നു തുടങ്ങിയത്. ഒന്നെങ്കിൽ മതിൽ പൊളിക്കുക. ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ, ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ മതിൽ പൊളിക്കുക. ഫസ്റ്റ് അൾത്താര മൂടി കൂട്ടി, പള്ളിയുടെ മതിൽ പൊളിച്ചു, ഗേറ്റ് മാറ്റി, കൊടിമരം പുതിയതാക്കി, പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം, കുറച്ചും കൂടെ ഭംഗിയുള്ള കൊടിമരം ആക്കി. ഇടയ്ക്ക് ഒരു ചെറിയൊരു ഹോൾ പണിതു, പഴയ ഹോൾ പൊളിച്ചു മാറ്റി. പള്ളിയുടെ മണ്ഡലം ഓരോ ഘട്ടത്തിലുമാണ് ചെയ്യുന്നത്, ഒരു തുടർച്ചയായിട്ടല്ല. പക്ഷെ തുടങ്ങിയത് 95 എങ്ങാണ്ടാണ്. ഇപ്പം ഏകദേശം 30 വർഷത്തോളമായി, 28 വർഷത്തോളം ഇപ്പം തന്നെ ആയി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ചെറിയ പരിപാടികൾ, എല്ലാ ചെറിയ പരിപാടികൾക്കും ലക്ഷങ്ങളുടെ ചിലവുണ്ട്, അതിൻ്റെ പിരിവുണ്ട്. ഇടവചനങ്ങൾ അന്നും ഇന്നും കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് എതിരെ പറയുന്നതല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പണികളുകൾ അല്ലെങ്കിൽ പുതുക്കിപ്പണികളുടെ ഈ ഒരു പ്രവണത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിലിരിക്കുന്നത്. 95 ഞാൻ പറഞ്ഞല്ലോ, 95-96 കാലഘട്ടത്തിൽ പള്ളി പതുക്കെ പൊളിച്ച് പണിയാൻ തുടങ്ങി. പിന്നീട് അത് പുതിയ പള്ളിയാക്കി. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഹാളുകൾ, 1500 പേരിരിക്കാൻ പറ്റുന്ന ഹാളുകൾ എല്ലാം പുതുക്കിപ്പെടുന്നു. കഴിഞ്ഞ വർഷം നാട്ടിൽ ഒരു വിസിറ്റിന് പോകുമ്പോൾ നോക്കുമ്പോൾ പള്ളിയുടെ മുൻവശം കല്ലുകൾ വിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 200-250 മീറ്ററോളം ഉണ്ട് എനിക്ക് തോന്നുന്നു പള്ളിയുടെ ഗേറ്റിൽ നിന്നും പള്ളിയുടെ അടുത്തേക്ക്. അത്രയും വലിയ നിലയ്ക്ക് ലക്ഷങ്ങളുടെ ചിലവാണത്. അപ്പം ഇതെങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത്, ഓരോ 3 വർഷം 4 വർഷം കൂടുമ്പോൾ പുതിയ അച്ഛന്മാർ വരും. പിന്നെ 2 വർഷം കൂടുമ്പോൾ പാരിഷ് കൗൺസിൽ ഒരു കമ്മിറ്റിയാണ്. പാരിഷ് കൗൺസിലിൻ്റെ കമ്മിറ്റി പുതിയ കമ്മിറ്റി വരും. 2 വർഷം കൂടുമ്പോൾ മാറി വരും. അപ്പോൾ പുതിയ ആളുകൾ വരുന്നു, പുതിയ ആശയങ്ങൾ വരുന്നു, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞ കമ്മിറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ പാരിഷ് കൗൺസിൽ ചെയ്തതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആവേശം ആ സമയത്ത് വരും. ആ ആവേശം വരുമ്പോൾ എന്തെങ്കിലും ഒരാളൊരു ഐഡിയ ആയിട്ട് വരും. അവിടെ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യങ്ങൾ പള്ളിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് പെരുന്നാൾ നടത്താം, എന്തെങ്കിലും ധ്യാനം സംഘടിപ്പിക്കാം, പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാം, അങ്ങനെയുള്ള ചില കൊച്ചു പരിപാടികൾ ചെയ്യാം. അല്ലാതെ നമുക്ക് ശാസ്ത്രാപരീക്ഷത്തോ അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണമോ, പള്ളിയുടെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടൊരു റോക്കറ്റ് വിക്ഷേപണമോ ചന്ദ്രനിലേക്ക് ഒന്നും നടത്താൻ പറ്റില്ല. ചെറിയ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പുതുക്കിപ്പണിയുക, മൂടി പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്.
അപ്പോൾ ഓരോ ഈ 2 വർഷം വരുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങൾ അവരുടേതായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ കാണുകയും ചെയ്യും. ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു ഈ 30ഓളം വർഷം വരുന്ന 95-ൽ സ്റ്റാർട്ട് ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള പള്ളിപ്പണിയൽ, പുതുക്കിപ്പണിയൽ ഇങ്ങനെയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ മാസം ഭയങ്കരമായ ചൂട്, നാട്ടിൽ ഭയങ്കരമായ ചൂടുള്ളതുകൊണ്ട് പുതിയ പള്ളി 2010 ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ്. പുതിയ പള്ളിയിൽ 2024 14 വർഷം ആകാറായപ്പോൾ പള്ളിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പള്ളി കുർബാന നടത്താൻ പറ്റുന്നില്ല. ആ കുർബാന പാരിഷ് ഹാളിലേക്ക് മാറ്റി. കാരണം ചൂട്, പ്രകൃതി പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കണം? അപ്പോൾ ഇനി പള്ളിയിൽ ഇരിക്കാനുള്ള ഇനി അടുത്ത വേനൽക്കാലത്തൊക്കെ ഇരിക്കാനും ഒക്കെ സൗകര്യമാകുന്ന രീതിയിൽ അതിന് AC പിടിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കണ്ടുപിടിക്കും. അതായത് മാറ്റങ്ങൾ വരുത്തിയേ പറ്റും. അപ്പോൾ അതിന് പുതിയ പാരിഷ് കൗൺസിൽ ആളുകൾ അതിൻ്റേതായ തീരുമാനങ്ങളെടുത്ത് അതിനൊരു ബഡ്ജറ്റ് ഇടും. അതിന് 1 കോടി 2 കോടി ഇങ്ങനെയൊക്കെയുള്ള ബഡ്ജറ്റുകൾ. പണ്ട് 1000-10,000 ഒന്നുമല്ല പഴയ കാരണന്മാരുടെ കാലത്തുള്ള ഒരു ചെറിയ പെയിൻ്റ് അടിക്കുക, പൂശുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഈ പെരുന്നാളിന് മുമ്പ് ഒരു പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് വലിയ വലിയ ബഡ്ജറ്റുകളുടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാരിഷ് കൗൺസിലേഴ്സ് മാറുമ്പോഴും പിന്നെ അച്ഛന്മാർ പുതിയതായിട്ട് വരുമ്പോൾ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തി അത് ചെയ്തിട്ട് പോകുമ്പോൾ അവർക്കൊരു തൃപ്തി, അവർ സഭയിൽ തന്നെ ഒരു പേരും വിലയും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഉണ്ടോ, അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പാരിഷ് കൗൺസിലേഴ്സാണ് മെയിനായിട്ട് ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നടത്തുന്ന കാര്യങ്ങൾ ചിലവുള്ളതാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 വർഷം കൂടി കഴിഞ്ഞ് മാറി വരുന്ന പാരിഷ് കൗൺസിലേഴ്സ് പുതിയതായിട്ട് ഈ ലക്ഷങ്ങളും കോടികളുടെയും ബഡ്ജറ്റ് ഇടേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. മറ്റു പലതും ചെയ്യാം. നിലവിലുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലവിലുള്ള ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യാം, പലതും ചെയ്യാം. ഇനിയിപ്പോൾ പുതിയ പള്ളി പണിത്, കോടികൾ മുടക്കി പള്ളി പണിതിട്ട് അതിലിരിക്കാൻ പറ്റുന്നില്ല. കുർബാന 1 മണിക്കൂറിൻ്റെ കുർബാനയ്ക്ക് പോലും ആ പള്ളിക്ക് അകത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴി കാണണം. ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ച് മാറ്റി എല്ലാം കല്ലുകൾ പാകി ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അതിനൊക്കെ പണം ചിലവഴിക്കുമ്പോഴും അതിൻ്റേതായ പ്ലാനിങ്ങോടുകൂടി തന്നെ ചെയ്യണം. ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് തന്നെ ഈ തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ 2 വർഷത്തിൽ നടത്തി അതൊരു ഉദ്ഘാടനം ചെയ്ത് ഒരു വെഞ്ചിരിപ്പ് നടത്തി ചെയ്ത ആളുകളുടെ ഒക്കെ ഒരു അനുമോദനവും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യുക. ചെയ്യേണ്ടതല്ല, ഭംഗിയായിട്ട് ചെയ്യുക. നാളത്തെ തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്യുക. പക്ഷേ ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇതുപോലുള്ള എക്സ്റ്റൻഷനുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും മോടി പിടിപ്പിക്കലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യണം. ഇടവക ആളുകൾക്കൊരു പ്രീതിയാണ്. കാരണം അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ പിള്ളേരുടെ പഠിപ്പ് കാര്യങ്ങളുണ്ട്, അതിന് ഫീസ് അടയ്ക്കണം, കോളേജ് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അതൊക്കെയുണ്ട്. ജോലിയില്ലാത്ത ആളുകളുണ്ട്, തൊഴിലില്ലാത്ത ആളുകളുണ്ട്. തൊഴിൽ കാര്യങ്ങൾ നമ്മൾ തൊഴിലിനെക്കുറിച്ച് പള്ളിയിൽ ചർച്ച ചെയ്യാറില്ല. വിദേശത്തേക്ക് ആളുകൾ കയറ്റി അയക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നാട്ടിൽ നിന്നുകൊണ്ട് എല്ലാവരും നാട്ടിൽ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ കുർബാന അടക്കി ആരാ വരുന്നത്? അപ്പോൾ നാട്ടിൽ എങ്ങനെ നല്ല രീതിയിൽ ഒരു ഈ രാജ്യത്തിൽ പിള്ളേർ പഠിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാനായിട്ടും തയ്യാറാകണം. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഹയർ സ്റ്റഡീസിന് യൂണിവേഴ്സിറ്റി ആയാലും കോളേജുകളായാലും പ്രൊഫഷണൽ കോഴ്സുകളായാലും പലരും സ്ട്രഗിൾ ചെയ്യുകയാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഒരു ചെറിയ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും ആളുകൾ മറ്റ് ചില പരിപാടികൾക്ക് പോയി. ഇപ്പോൾ നാട് വിട്ട് പെട്ടെന്ന് പോകാം, +2 ഒക്കെ പാസ്സായി പെട്ടെന്ന് പോകാമെന്നുള്ളൊരു സാഹചര്യങ്ങളുള്ളതുകൊണ്ട് അത്
വഴിക്ക് നോക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് പാരിഷ് കൗൺസിലേഴ്സും മറ്റും വരുമ്പോൾ ആവേശം കാണിച്ച് 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സാധിച്ചു കളയാം എന്നുള്ള ചിന്തയല്ലാതെ നിങ്ങൾ സമൂഹത്തിൻ്റെ ഇടവകയുടെ സമൂഹത്തിൻ്റെ ഈ ഇടവക ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാകരുത്, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാകണം. ആ സമൂഹത്തിൻ്റെ ഒരു ആശ്രയം ആയിരിക്കണം ഈ പള്ളികളും ഇടവകകളും. അവരുടെ തൊഴിലില്ലായ്മയാണ് ഒരു പ്രശ്നമെങ്കിൽ തൊഴിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുവേണ്ടി എന്ത് പിടിക്കാം എന്നുള്ള കാര്യങ്ങൾ ഒരു ഗൈഡൻസ് എങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുടുംബ പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെന്ന് എന്താണ് പ്രശ്നം എന്നുള്ളത്, മദ്യപാനം പോലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു വ്യക്തി പ്രശ്നങ്ങൾ മാത്രമായിട്ട് കാണരുത്, ഒരു ഇടവകയുടെ ഒരു നാടിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കാണണം. പിന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, എത്രയോ ഡിവോഴ്സസ് പണ്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത അളവിൽ ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വിട്ടുപോകുന്നു. അസുഖങ്ങൾ, പിള്ളേർക്ക് തുടങ്ങി, ചെറിയ പിള്ളേർ തുടങ്ങി മുതിർന്ന ആളുകൾക്ക് വരെ അസുഖങ്ങൾ, അതിനുള്ള ചിലവുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ വഴികൾ കണ്ടെത്തണം. പണം കൊടുക്കുക മാത്രമല്ല, അതെന്ത് ചെയ്യാം, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം, വരാതിരിക്കാൻ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ മനുഷ്യൻ്റെ കാര്യങ്ങളിലേക്കും ഇടപെടുക. അതാണ് സത്യത്തിൽ ക്രിസ്തുധർമ്മവും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ക്രിസ്തുധർമ്മം കൂടിയുണ്ട്. കഴിവിനനുസരിച്ച് കഴിവുണ്ടാകണമെങ്കിൽ ഇടവകയിലെ എല്ലാ ജനങ്ങളും അതിനനുസരിച്ച് വളരണം, അവിടെ തന്നെ ഉണ്ടാകുകയും വേണം. ഇപ്പോൾ നാട്ടിൽ പതിയോളം ആളുകൾ നാട് വിട്ടു പോകുകയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരക്ക് പിടിക്കാതെ പോയി പാരിഷ് കൗൺസിലേഴ്സ് വരുമ്പോൾ തിരക്ക് പിടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ആരുണ്ടാക്കി തരുന്നു എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്ക് സ്വയം തോന്നുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഫലവത്തായ രീതിയിൽ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ.